കർത്താവിൽ പ്രിയരെ, 2019 ജൂലൈ 31 കൂടിയ സുന്നഹദോസിലെ മെട്രോപൊളിറ്റൻ ട്രസ്റ്റി തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഒരു പ്രസ്താവന ചെയ്യണമെന്നുള്ള അനേകരുടെ അഭ്യർത്ഥന മാനിച്ച് ഈ വിശദീകരണം നിങ്ങൾക്കായി നൽകുന്നു. സുന്നഹദോസിന്റെ അജണ്ടയിലെ രണ്ടാമത്തെ വിഷയമായ മെട്രോപൊളിറ്റൻ ട്രസ്റ്റി തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 28 എന്ന അജണ്ട വിഷയം ചർച്ച ചെയ്ത അവസരത്തിൽ പെട്ടെന്ന് 3 സീനിയർ മെത്രാപ്പൊലിത്തന്മാരായ എബ്രഹാം മാർ സേവേറിയോസ്, തോമസ് മാർ തിമോത്തിയോസ്, ജോസഫ് മാർ ഗ്രിഗോറിയോസ് എന്നിവരുടെ പേരുകളുള്ള ഒരു സ്ലിപ്പ് ഉണ്ടാക്കുകയും പേരിന്റെ നേരെയുള്ള കോളത്തിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ നിർദ്ദേശിക്കുകയുമാണ് ഉണ്ടായത്. അഭിമന്യ സേവേറിയോസ് തിരുമേനി ഇതുപോലൊരു തെരഞ്ഞെടുപ്പിൽ തന്റെ പേര് ചേർക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ അത് കൈക്കൊണ്ടില്ല. സമവായത്തിലൂടെ ഏറ്റവും സീനിയറായ മെത്രാപ്പൊലിത്തായെ സിനഡ് നിശ്ചയിക്കുക എന്ന എൻ്റെ രേഖാമൂലമായ നിർദ്ദേശവും കൈക്കൊണ്ടില്ല. 2-3 കാരണങ്ങളാൽ സിനഡിന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് ക്രമവിരുദ്ധവും പരിശുദ്ധ പാത്രിക്കീസ് ബാവായുടെ നിർദ്ദേശമായ 2019 ഓഗസ്റ്റ് 31 മുമ്പായി അസോസിയേഷൻ മെത്രോപൊളിറ്റൻ ട്രസ്റ്റിയെ തെരഞ്ഞെടുക്കുക എന്ന നിർദ്ദേശത്തോടുള്ള നിഷേധാത്മകമായ നിലപാടുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഭരണഘടനാനുസൃതമല്ല. എന്തുകൊണ്ടെന്നാൽ അസോസിയേഷനാണ് ഈ സ്ഥാനിയെ തെരഞ്ഞെടുക്കേണ്ടത്, സിനഡല്ല. മാനേജിംഗ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ സുന്നഹദോസ് സമവായത്തിലൂടെ ഒരാളെ നിർദ്ദേശിക്കുക എന്നതല്ല നടപ്പിലായത്. സിനഡ് ഇലക്ഷനിലൂടെ ഒരാളെ തെരഞ്ഞെടുക്കുക എന്ന നിർദ്ദേശം മാനേജിംഗ് കമ്മിറ്റി പറഞ്ഞില്ല. ഓഗസ്റ്റ് 28 അസോസിയേഷൻ തെരഞ്ഞെടുപ്പിന് നോട്ടീസ് കൽപ്പന അയക്കുകയും അനുബന്ധ കാര്യങ്ങളുടെ വിശദീകരണക്കുറിപ്പും ടൈം ഷെഡ്യൂളും എല്ലാ പള്ളികൾക്കും നൽകിയതിനു ശേഷം ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് സിനഡിൽ നിർബന്ധിതമായി അടിച്ചേൽപ്പിച്ചത് ഉചിതമായില്ല എന്ന എൻ്റെ അഭിപ്രായം ഞാൻ അറിയിക്കുന്നു. തോമസ് മാർ തിമോത്തിയോസ്, മെത്രാപ്പൊലീത്ത സുന്നഹദോസ് സെക്രട്ടറി, യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭ, കോട്ടയം ഭദ്രാസനം. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തായി കേൾക്കുന്നത്? കോട്ടയം തിമോത്തിയോസ് തിരുമേനി കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനി പറ്റിച്ചെന്നു. ശിവ കടുവയെ കിടുവ പിടിച്ചെന്നു. കലികാലം. തിമോത്തിയോസ് തിരുമേനിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, കൂടെയുള്ളവരെല്ലാം ചതിയന്മാരാണ്. അപ്പോൾ അന്ന് മാത്രമല്ല, ഇപ്പോഴും തിരുമേനി ചതിക്കപ്പെട്ടു അല്ലേ? ശ്രേഷ്ഠഭാവ ആകേണ്ടത് തിരുമേനി ആയിരുന്നു അല്ലേ? എന്ത് ചെയ്യാനാ തിരുമേനി? വിധി തിരുമേനിക്ക് എതിരായി പോയി. കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനി ഇത് മുന്നിൽ കണ്ടത് ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങൾക്ക് മുൻപേ മനസ്സിലൊളിപ്പിച്ചു വെച്ചിട്ടുള്ള കരുക്കളായിരുന്നു. അതിന്റെ ഭാഗമാണ് ശ്രേഷ്ഠ തോമസ് പ്രഥമൻ ബാവ മരിച്ചപ്പോൾ വ്യാജ വിൽപത്രം ഉണ്ടാക്കിയതും അതിൽ പിൻഗാമിയായി ചേർത്തതും. കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനിയോടാ കളി. ഏറ്റവും ഒടുവിൽ ശ്രേഷ്ഠ ബാവ സ്ഥാനവും അടിച്ചെടുത്തു. ഇനി ഇതെല്ലാം സഹിച്ചു വിശ്രമിക്കുക തന്നെയുള്ളൂ ഏകമാർഗം.